എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ എഴുതി തീർന്ന പേനകൾ കൊണ്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ അമൃത നക്ഷത്രയാണ് ഈ ക്രാഫ്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പഴയ പേനകളൊക്കെ വേണം. ഒരേ മോഡൽ പേന തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് പേന വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിന് മുകളിലുള്ള ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റുകയാണ്. ഈ ഭാഗങ്ങൾ കൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടോപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു പീസൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് ഒതുങ്ങിയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള പേപ്പറുകളോ സ്പോഞ്ചുകളോ ഒക്കെ ഒതുക്കി വെക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അനങ്ങാണ്ടിരുന്നോളും. ഇപ്പോൾ ഇത് ഒതുങ്ങിയിരുന്നത് ഞാൻ ഇതേപോലെ ഒരുപാട് നാളായിട്ട് ഇത് കളക്ട് ചെയ്ത് ഇതേപോലെ തന്നെ പിൻ ചെയ്ത് വെച്ചുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതങ്ങനെ ആകെ പറന്നൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ഇതേപോലെ നമുക്കൊരു ഐഡിയ ആയിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ലെഡുമൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് ആ ഒരു ഭാഗം മാത്രം നമ്മൾ നന്നായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കോല് മാത്രം നമുക്ക് മതി. ബാക്കിയൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ഒരു പൗഡറിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കട്ടിയുള്ള ബോട്ടിൽ മതി. ഇതിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല, ഇതിപ്പോൾ ഇവിടെ ഉണ്ടായതാണ്. അപ്പോൾ ഞാനത് എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ആ സ്റ്റിക്കറൊന്ന് ഒലിച്ചളയാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബോട്ടിലാണോ അതിൻ്റെ ആ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒലിച്ചളയാം. ഇതിൻ്റെ മുകളിൽ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങും കൂടി ഉണ്ടാവും. അതും കൂടി ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കാം. അതിൻ്റെ മുകളിലുള്ള അടപ്പനൊന്ന് ഊരി മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ടിൽ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മെഴുകുതിരി, പിന്നെ അതേപോലെ തന്നെ ഒരു നീട്ടമുള്ള ഇരുമ്പിൻ്റെ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും വേണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. അപ്പോഴേക്കും അവിടെ ഒരു ഹോള് വേണ്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ പേന വെക്കാൻ പറ്റുന്ന അത്രയും ഗ്യാപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് ആ പേന അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തേക്കാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടും തള്ളാൻ പറ്റില്ല, ഇങ്ങോട്ടേക്ക് പോരില്ല, ആ ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ അവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നമുക്ക് ഈ 4 പേനകൾ വെക്കാൻ വേണ്ടി ഒരു ഹോളും അതിലേക്ക് ഈ പേനകൾ വെച്ച് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഹോളിൽ ഇട്ട് കൊടുത്ത ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേനകളൊക്കെ അങ്ങാട് വലിച്ചാലും ഇങ്ങാട് വലിച്ചാലും പോരാത്ത രീതിയിലാണ് കേട്ടോ. അപ്പോൾ അത്ര ടൈറ്റായിട്ട് ഇരിക്കണം, ലൂസായിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ലൂസായിട്ടിരുന്നാലും ഇത്തിരി ഫെവിക്കോൾ വെച്ച് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് ബ്ലാക്ക് കളറിലെ പെയിൻറ്റ്, അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ബ്ലാക്ക് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറായാലും അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. ആ പേനയിലേക്ക് അടിച്ചു കൊടുക്കണം. ഞാൻ ആദ്യം തന്നെ അടിച്ചു കൊടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്ന് അടിച്ചു കൊടുത്തപ്പോൾ പ്ലിങ് ആയതാണ്. കാരണം ആ ഒരു പ്ലാസ്റ്റിക് ആണല്ലോ, നമ്മൾ ആ പേപ്പറൊന്നും ഒട്ടിച്ചു കൊടുക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ട്രൈ ചെയ്തപ്പോൾ പറ്റാഞ്ഞത്. പിന്നീട് അടിച്ചു നോക്കിയപ്പോൾ ശരിയായി. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. എല്ലായിടത്തും ഞാൻ ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നത്. എൻ്റെ അടിയിൽ ഭാഗത്ത് ഞാൻ അടിച്ചു കൊടുക്കുന്നില്ല, കാരണം അടിഭാഗം ഇങ്ങനെ വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ബ്ലാക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് മുത്തുകളോ മാലയുടെ മുത്തോ അങ്ങനെ എന്തെങ്കിലും കമ്മലിൻ്റെ മുത്തോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് വാങ്ങാനായിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു മാലയുടെ മുത്ത് എന്തോ ആണ്. ഞാനിപ്പോൾ ആ ഗം വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഒട്ടാനായിട്ട്. അപ്പം ഞാനിത് കുറേ നേരം എടുത്തിട്ടാണ് ഒട്ടിച്ച് ഇതുപോലെ എടുത്തത്. അപ്പോൾ ഒരു ഭാഗം ഒട്ടിച്ചിട്ട് അത് അവിടെ വെക്കുക, കുറച്ച് നേരം കഴിയുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ഒട്ടിക്കുക. അങ്ങനെയാണ് ഒട്ടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മുത്തുകളൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി. ഇപ്പോൾ ഇല്ല ഒട്ടിച്ചില്ല എന്നാലും കുഴപ്പമില്ല, എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മുത്തൊക്കെ ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. സോപ്പിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ കവറാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ അധികം കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് കഷ്ണം മതി, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പേപ്പർ മതി. ഇത് ഒരു സർക്കിളിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് 4ആക്കി മടക്കിയ ശേഷം ഒരു കോണിൻ്റെ ആകൃതിയിലാണ് വെട്ടിയെടുക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു സർക്കിൾ വെട്ടിയെടുക്കണം. ഞാനിതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോയിൻ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പൻ വെച്ചോ ഒക്കെ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിൻ്റെ ആ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ ഒരു സർക്കിൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്ത് എന്തിനാന്ന് വെച്ചാൽ ഈ ഫെവിക്കോള് നേരിട്ട് ഒട്ടിക്കുമ്പോൾ അത് ഒട്ടിയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തത്. അത് ഞാൻ അല്ലാണ്ട് ഒട്ടിച്ചു നോക്കി, അങ്ങനെ പ്ലിങ്ങായി പോയി, അത് പറ്റിയില്ല വെക്കാനായിട്ട്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിൽ ഈ അടപ്പം വെക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നേരിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും, പെട്ടെന്ന് ഒട്ടുമല്ലോ അതുകൊണ്ട്. അപ്പോൾ ഞാനിത് അത് മുകളിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിരുന്നോളും. കുറച്ച് ടൈം എടുക്കും ഒട്ടാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഫില്ലായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പിന്നുകൾ കമ്മലുകളൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കാം. അതേപോലെ ഈ 4 എണ്ണത്തിലും നമുക്ക് ഹെയർ ബാൻഡോ ക്ലിപ്പുകളോ വളകളോ ഒക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കുമ്പോഴുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ വേസ്റ്റായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് അത്. ഇതേപോലെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അധികം സ്ഥലമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പെട്ടിയിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഒരുപാട് സ്ഥലമൊക്കെ പോകുമല്ലോ. അപ്പോൾ ഇതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതെല്ലാം ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്വേത ഒരു ഹായ് പറയാൻ പറ്റുന്നു. അപ്പോൾ ശ്വേതക്ക് ഒരു ഹായ്. അതേപോലെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും സ്വാഗതമുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമുള്ളൊരു ക്രാഫ്റ്റ് ഐഡിയ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പുതിയ ഐഡിയ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.